കൂടുതൽ വ്യക്തത നൽകാനാവുക റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനായിരിക്കും. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സാർ, ഒരു പുതിയ സിഗ്നൽ കൂടി കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൺതിട്ട ആ പുഴയിൽ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വലിയ മൺതിട്ട രൂപപ്പെട്ടതിന് സമീപത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ടോ? താങ്കൾ ഇപ്പോൾ ദില്ലിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലായിരിക്കണം ഇനി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടത്തേണ്ടത് എന്നൊരു വലിയ ആശങ്ക നൽകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം നേവിയുടെ സംഘത്തിന് ഇതുവരെ ഒരു ഡീപ്പ് ഡൈവ് സാധ്യമായിട്ടില്ല. അപ്പോൾ ഈ പുതിയ സിഗ്നൽ ലഭിച്ചത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നത്? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ബ്രീഫിംഗ് തന്നതിൽ ഞാൻ പറഞ്ഞിരുന്നു 4 ഒബ്ജക്ട്സ് ഉണ്ട്, മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അത് കാണാതെ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ഇന്നലെ നമുക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. സോ വി വർ വണ്ടറിങ് വിച്ച് ഈസ് ദിസ് 4th പോയിന്റ്, അത് എവിടെ പോയി, അതെന്താണ് ആ പോയിന്റ് എന്ന്. അപ്പൊ വി വർ ലിമിറ്റഡ് ടു 3 പോയിന്റ് സെർച്ച്. ഇന്ന് നമ്മുടെ GPS ഹാസ് നാവിഗേഷൻ എറേഴ്സ് ഓൺ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ അത് വെച്ചിട്ട് അതിനെ മാറ്റാനായിട്ട് വി ഹാഡ് യൂസ്ഡ് എലിനർ ജ്യൂസ് സിസ്റ്റംസ് ആൻഡ് sort of try to overcome the navigational accuracy, and then we did some ground run. Adi run cheyumbo inadvertently we ran into this point where there was strong metallic signals. So adu onnu kude examine cheyidappo we found that ivide oru nalla signal kittan thodangi, and we have done some on the boat scanning, and then from we found out that ivide nalla signal undu and possibility of the 4th point. Abhi 4th point vanna karanam we are now into a new scheme altogether. Appo namukku 4 points undu, adile definitely point number 1 is ruled out, but the 3 points the earth on a truck sharia, that we have to be very very sure, because as I keep saying, naval divers inde orupad risk undu to get into water, and we cannot allow them to go in till we are at least reasonably sure where they are taking risk is worth that risk. Adinana nammal വീണ്ടും we want to be sure of what we are doing, and we are trying to give them as best information as possible. താങ്കൾ കുറച്ചുകൂടി ഒരു വ്യക്തത വരുത്തിയാൽ, ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഇന്നലെ തന്നെ പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കിയിരുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ ലോറിയുടെ ക്യാബിൻ ഏത് ഭാഗത്താണ് എന്ന് കണ്ടെത്തുകയാണ്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് നടത്തുകൊണ്ടിരിക്കുമ്പോൾ we had to do some extra runs for correcting the natural navigational errors. That's a technical thing. അതിനാണ് ഈ റൺ ചെയ്തത് ശരിക്ക്, നോട്ട് ടു ലുക്ക് ഫോർ ദ 4th പോയിന്റ്. പക്ഷേ ഇൻഅഡ്വർട്ടൻ്റ് ഒരു ചാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ പോയിന്റ് ആണ്. ബട്ട് ഇറ്റ് സീംസ് ടു എ വെരി സ്ട്രോങ് പോയിന്റ്, ബിക്കോസ് ഞങ്ങൾ ഒറിജിനലി വന്നതാണെങ്കിൽ വി വുഡ് ഹാവ് ഡൺ വാട്ട് ഈസ് കോൾഡ് ആസ് എ ഡീറ്റെയിൽ സ്കാൻ ഓഫ് ദി എൻറ്റയർ റിവർ, ഓൾമോസ്റ്റ് 1/2 kilometer 1 kilometer ലെങ്ത് ബൈ ബ്രെഡ്ത്തിൽ. പക്ഷേ സിൻസ് വി ഓൾറെഡി ഹാഡ് 2 പോയിന്റ്, നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്തു. അവിടെയാണ് തുടങ്ങിയത്. അത് ചെയ്യുമ്പോഴാണ് ഈ 3ാമത്തെ പോയിന്റ് കിട്ടിയത്. സോ വി വർ ഹാപ്പി ദാറ്റ് വിതിൻ ദീസ് 3 points we will solve the mystery and the puzzle. പക്ഷെ ഇന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ 4th സ്ട്രോങ് സിഗ്നൽ കിട്ടിയ കാരണം now we have a new dimension. അപ്പൊ അതിനാണ് നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഈ മൺതിട്ടയ്ക്ക് സമീപം ഇന്ന് ലഭിച്ച സിഗ്നൽ എന്ന് പറയുന്നത് ഇന്നലെ ലഭിച്ച സിഗ്നലുകളല്ല, പുതിയ ഒരു ഇടം ആണ് എന്ന് വേണം. പുതിയ സിഗ്നൽ, അത് വളരെ സ്ട്രോങ്ങുമാണ്, അല്ലേ? അത് വളരെ സ്ട്രോങ്ങുമാണ്. ഇന്നലെ മൺതിട്ടയുടെ അകത്ത് ഞങ്ങൾ പോയിട്ടില്ല. യു ആർ ജനറലി അറൌണ്ട് ദി ഏരിയ. ഓൾറെഡി പറഞ്ഞ സിഗ്നൽ അടുത്തായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ സാർ, ഈ അടിയൊഴുക്കുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഡിഫൻസ് പിആറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശക്തമായ അടിയൊഴുക്കുണ്ട്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെയാകുമോ ഈ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടാവുക? അത്തരം ഒരു സംശയം കൂടിയുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇന്നലെ കറണ്ട് ഒരുപാട് കൂടുതലായിരുന്നു ഇന്ന് രാവിലെ. ഇൻഫാക്ട് ദി നേവി 30 HP അവരുടെ മെർക്കുറി ബോട്ട് ഉണ്ട്, 30 HP. They could not run the boat. അത്ര സ്ട്രോങ് കറണ്ട് ആയിരുന്നു. They were not able to stabilize the boat. So you can imagine, ഇത്ര സ്ട്രോങ് കറണ്ടിൽ ഏത് ഐറ്റം ആയാലും നീങ്ങാൻ ചാൻസ് ഉണ്ട്. That is possibility is always there. ശരിയാണ്. അപ്പോൾ ഇനിയുള്ള ഒരു പരിശോധന എങ്ങനെയായിരിക്കും സർ? CP4 എന്താണ്, ഈസ് ദാറ്റ് ദ ട്രക്ക്, അതിന്റെ പരിശോധന നടക്കാം.